അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇസുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഏതായാലും ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ബലൂണൊക്കെ വീർപ്പിച്ച് മേശമ്മ 4 ബലൂണും കേക്കൊക്കെ മുറിച്ചാനും കൊണ്ടുവന്ന് വെച്ചിട്ടോ. ഇസാപ്പിക്ക് ഇതൊക്കെ കണ്ടോടുകൂടി ഇസാപ്പിക്ക് എത്താ കാര്യങ്ങളൊന്നും ഓനും പേരല്ല. പുതിയ കുപ്പായും പുതിയൊരു പാൻറ്റും വാങ്ങി ഓനും ഇട്ട് കൊടുത്ത്. കണ്ടാ ടൗസറാണെന്ന് തോന്നുമെങ്കിലോ ടൗസറല്ല കേട്ടോ ഗൈസ്, പാൻറ്റാണത് പാൻറ്റ്. ഏതായാലും ഫുള്ള് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. വണ്ണിൻ്റെ ഒരു സാധനം കച്ചി പിടിച്ച് ഓൻ കുത്തിറക്കുക. ഇപ്പുറത്ത് കേക്കുണ്ട്, കേക്ക് മാന്താൻ കുറേ ആയി പോയിന്. പിന്നെ ഒന്നും നോക്കിയില്ല. കുഞ്ഞിമ്മോ ഞാനൊക്കെ മാറ്റി ഒരുങ്ങി ഞങ്ങളൊക്കെ സെറ്റായിട്ടാണ് വന്നത് ഇതുട്ടനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കൽ തുടങ്ങി ഗൈസ്. അപ്പം നമ്മൾ ആഴ്ചയൊക്കെ വന്നതിന് മുമ്പാട്ടുന്ന ആഴ്ചയോളം പിന്നെ അവളെ ഏട്ടനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് സെറ്റായിരുന്നു. സെറ്റെന്ന് വെച്ചാൽ വലിയ പരിപാടിയല്ല, നല്ലൊരു ചെറിയ പരിപാടി. ഏതായാലും സാപ്പിക്ക് കുറ്റം കിട്ടി. ഓനേതായാലും കാക്ക കളിപ്പിച്ചുകൊണ്ട് നിൽക്കണല്ലോ. ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏതായാലും ഓൻ്റെ കളിപ്പിച്ചാലും ഓൻ്റെ കാട്ടിലൊക്കെ കഴിഞ്ഞാണ്ട് സാപ്പിക്ക് കേക്ക് മുറിച്ചാൻ പൂതിയാണ്. ചിലപ്പം ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ തട്ടിയിടത് തിന്നണ സാധനം വിചാരിച്ചാണ്ട് റിഫാസിൻ്റെ അടുത്തുനിന്ന് ഇത് വാങ്ങിയാണ്ട് ഓൻ കടിച്ചു നോക്കുക. എന്താ വീരല്ലല്ലോ. ഏതായാലും മമ്പാടില്ല താത്ത വന്ന് നമ്മളെ പെരീക്കെത്തിയപ്പോൾ നേരെ 9 മണിയായി. അപ്പോൾ ഏതായാലും ഇനി ഒന്നും നോക്കിയില്ല, കേക്ക് മുറിച്ചാൽ വിചാരിച്ച് ഇസാപ്പിനെ മുറിച്ച് കേക്ക് മുറിച്ചാനും വേണ്ടി എല്ലാ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയും വെച്ച് ബലൂണും വെച്ച് കേക്ക് മുന്നിൽ വെച്ച് മുറിച്ചാൻ തുടങ്ങി. മുറിച്ചാൻ നിന്നിട്ട് കേക്ക് എത്തിയില്ല. എല്ലാവരും ഇത് കേക്ക് മുറി നോക്കിയാണ്ട് അട്ടത്തൊക്കെ നോക്കി കുത്തിറക്കണം. ഇതിപ്പോൾ മുറിച്ചെന്ന് എല്ലാവരും വിചാരിച്ചു. ഏതായാലും കേക്കൊക്കെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടോ. ഏതായാലും ഇസുവിന് മുറിച്ചാഞ്ഞിട്ട് ഓനെ ഇറങ്ങാറായി. ഏതായാലും ഇപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്ന് ഏതായാലും ഇത് കട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് ഗൈസ്. കട്ട് ചെയ്യാനായിട്ട് റിട്ട് ചെയ്യാനല്ല ആഗ്രഹം. ഓനത് കുടിച്ച് ഒന്നായിട്ട് മറിച്ചിടാനാണ് ആഗ്രഹം. കുറേ ആയിക്ക് കൈയായിട്ട് പോകുന്നുണ്ട്, കുറേ കാലമായിട്ട് തട്ടുന്നുണ്ട്. ഏതായാലും ഇത് കട്ട് ചെയ്യാനൊരു ഏതായാലും ഒരു വിധത്തിൽ തുടങ്ങി. ഏതായാലും കട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. ഏതായാലും അവൻ്റെ കട്ടിങ് ഒന്ന് കാണാം. അങ്ങനെ റിതു ഒരു കഷ്ണം എടുത്തോണ്ട് കൊടുക്കൽ തുടങ്ങി. ഏതായാലും കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഇത് പിന്നെ എല്ലാവർക്കും കൊടുക്കണമല്ലോ. നമ്മളൊരു കഷ്ണം വെട്ടി നമ്മൾ നിർത്തി. പിന്നെ നമ്മളെ മെയിൻകാക്ക കട്ടിങ് ഉണ്ട്. മെയിൻകാക്കാൻ്റെ കട്ടിങ് കേട്ടോ. എല്ലാം അവിടെ വറുത്തിറക്ക് മുറിച്ചുമ്പോൾ ഓനാണ് കറക്റ്റ് ഓരിവെക്കണ പോലെ നരകത്തിലാണ് കണക്കെങ്കിലും ഓൻ്റെ ഓരി വളരെ 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 കറക്റ്റാണ്. ഏതായാലും ഞാനും കുറച്ച് തോണ്ടി പിന്നെ മൂന്നമ്മ ക്രീമും തേച്ച് ബർത്ത്ഡേക്കല്ലേ. ഏതായാലും കട്ടിങ് ഇത് മുറിച്ചിട്ടും തീർന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും എല്ലാവരും ഈ കട്ടിങ് നോക്കിയാണ് നിൽക്കുകയാണ്. ഇതിപ്പോൾ കട്ട് ചെയ്ത് കിട്ടല്ലോ വിചാരിച്ചാണ്ട്. എവിടെ എൻ്റെ കട്ടിങ് കിട്ടണ്ടേ. അതെല്ലാം ലാസ്റ്റ് കട്ടൊക്കെ ചെയ്ത് കൊടുക്കൽ തുടങ്ങിയിട്ടാ കാക്ക. കട്ടൊക്കെ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും വീതം തയ്ച്ച് ഓൻ നരകത്തൊക്കെ ഏതായാലും പോകില്ല, അതറിയാം. ഏതായാലും ഓൻ സ്വർഗത്ത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഓരോ കഷ്ണം കറക്റ്റായാണ്ട് വീതം വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ കട്ടിങ്ങിന് പണ്ടേ നമ്മളെ ഫ്ലിക്കിട്ടി ആയതുകൊണ്ട് ഏതായാലും ഏകദേശം നമ്മളെ കട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് മോനസിൻ്റെ ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈസോട്ടന് ഡ്രസ്സ് എന്താ തോന്നണം, നോക്കിയിട്ടില്ല, നോക്കണം. ഏതായാലും അങ്ങനെ ഓന് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയാൽ കുറേ കാറും ജീപ്പും കുറേ ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത് ഒരു ബലൂണും പിടിച്ച് അനും നടക്കുക, സെൽഫി എടുത്താണ്. അപ്പോൾ ഏകദേശം ഗൈസ് ഇങ്ങനെയൊക്കെ ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡിനുള്ള തയ്യാറെടുപ്പാണ്. ആയിട്ടൊരു ഫുഡ്, ഒരു ബിരിയാണി, ചിക്കൻ പൊരിച്ചത് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഇത്. ഏതായാലും ഏകദേശം അൽഹംദുലില്ലാഹ് റാത്തായി. ഞങ്ങളിതാ ഏകദേശം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡിന് പിന്നെ നമ്മൾ ആരും ഒരു കമ്മിയില്ലാത്തതുകൊണ്ട് ഫുഡ് നല്ല തട്ടി കഴിച്ചു. അപ്പോൾ ഏതായാലും തട്ടിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അമ്മായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അപ്പോൾ ഓനെന്തോ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടി കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ ബൈ.